ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് NIOSൻ്റെ 10th ഇംഗ്ലീഷിലെ 8ാമത്തെ ലെസൺ ആയിട്ടുള്ള എ ബർത്ത്ഡേ ലെറ്റർ ആണ്. എ ബർത്ത്ഡേ ലെറ്റർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് അയച്ച ഒരു ലെറ്ററാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ജയിൽവാസം അനുഭവിച്ചിരുന്ന സമയത്ത് തൻ്റെ മകൾക്ക് അയച്ച കത്തുകളെന്ന് പറഞ്ഞാൽ അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാഹിത്യ ഭാഗമാണ്. അപ്പോൾ അദ്ദേഹം അയച്ച കത്തുകൾ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്. ദ ഗ്ലിംസസ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ചാപ്റ്റർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ലെറ്റർ ജവഹർലാൽ നെഹ്റു നൈനി ജയിൽ എന്ന് പറയുന്ന ഉത്തർപ്രദേശിലുള്ള ജയിലിൽ കിടക്കുമ്പോഴാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ലെറ്റർ എഴുതുന്നത് ഇന്ദിരാഗാന്ധിയുടെ 13ാമത്തെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് അയക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. കാരണം അദ്ദേഹം ജയിലിൽ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു ലെറ്റർ, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ അദ്ദേഹം എഴുതുന്ന ഒരു ലെറ്ററാണ് ഈ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ ഇത് വായിക്കുന്നത് NIOSൻ്റെ സൈറ്റിൽ നിന്നാണ്. NIOSൻ്റെ സൈറ്റിൽ ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് മെറ്റീരിയൽ ക്ലിക്ക് ചെയ്താണ് ഈ ചാപ്റ്റർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇൻ 1930 ഇന്ത്യ വാസ് നോട്ട് ഫ്രീ. 1930 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. Many of our leaders were imprisoned by the British. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മിക്കവാറും ലീഡേഴ്സിനെയൊക്കെ ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു. While in Naini prison, Pandit Jawaharlal Nehru wrote this letter to his daughter. അപ്പോൾ UPയിലെ നൈനി പ്രിസണിൽ വെച്ച് ഈ ലെറ്റർ ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് എഴുതുന്ന ലെറ്ററാണ്. Indira on her 13th birthday wrote this letter to his daughter Indira on her 13th birthday. ഇന്ദിരാഗാന്ധിയുടെ 13ാമത്തെ ബർത്ത്ഡേയിലാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത്. Let's find out what he wrote to her. അപ്പോൾ ഈ കത്തിലൂടെ നമുക്ക് എന്താണ് ജവഹർലാൽ നെഹ്റു ഇന്ദിരയ്ക്ക് എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം കാണും, ഇന്ദിരാഗാന്ധി എന്നെന്തുകൊണ്ടാണ് പറയുന്നതെന്ന്. മഹാത്മാഗാന്ധിയുമായിട്ട് ഇന്ദിരാഗാന്ധിക്ക് യാതൊരുവിധ ബ്ലഡ് റിലേഷനും ഇല്ല. ഇന്ദിരാഗാന്ധിയുടെ വിവാഹ സമയത്ത് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഗാന്ധിജി ഇന്ദിരാഗാന്ധിയുടെ വുഡ് ബി, കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ സ്വന്തം മകനായിട്ട് ദത്തെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിക്ക് ഗാന്ധി എന്നുള്ള പേര് കിട്ടിയത്. ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളാണ്. അപ്പോൾ നമുക്ക് ഈ കത്തിലേക്ക് പോകാം. ഈ കത്തിൽ ജവഹർലാൽ നെഹ്റു ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൈ ഡിയർ ഇന്ദിര, ഓൺ യുവർ ബർത്ത്ഡേ യു ഹാവ് ബീൻ ഇൻ ദ ഹാബിറ്റ് ഓഫ് റിസീവിങ് പ്രസൻറ്റ്സ് ആൻഡ് ഗുഡ് വിഷസ്. അപ്പോൾ നെഹ്റു പറയുകയാണ്, നിൻ്റെ ബർത്ത്ഡേക്കൊക്കെ സാധാരണ നിനക്ക് ഗിഫ്റ്റുകളാണ് തരാറുള്ളത്, പിന്നെ ഗുഡ് വിഷസും തരാറുണ്ട്. ഗുഡ് വിഷസ് യു വിൽ സ്റ്റിൽ ഹാവ് ഇൻ ഫുൾ മെഷർ. അപ്പോൾ ഈ ഗുഡ് വിഷസ്, എൻ്റെ ഹൃദയം നിറഞ്ഞ ഗുഡ് വിഷസ് ഇപ്പോഴും നിനക്കുണ്ട്. ബട്ട് വാട്ട് പ്രസൻറ്റ് ക്യാൻ ഐ സെൻഡ് യു ഫ്രം നൈനി പ്രിസൺ. പക്ഷേ ഈ ജയിലിൽ കിടന്നുകൊണ്ട് ഞാൻ നിനക്ക് എന്ത് പ്രസൻറ്റാണ് തരാൻ പറ്റുക? മൈ പ്രസൻസ് കനോട്ട് ബി വെരി മെറ്റീരിയൽ ഓർ സോളിഡ്. എനിക്ക് ഇപ്രാവശ്യം അങ്ങനെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റ് ഒന്നും എനിക്ക് തരാൻ പറ്റില്ല. ദേ ക്യാൻ ബി ഓഫ് ദ മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. എന്നാൽ ഞാൻ ഇപ്രാവശ്യം തരുന്ന പ്രസൻറ്റ് എന്ന് പറയുന്നത് മനസ്സിൽ നിന്നും ആത്മാവിൽ നിന്നുമുള്ള ഒരു പ്രസൻറ്റാണ്. തിങ്സ് ദാറ്റ് ഈവൻ ദ ഹൈ വാൾസ് ഓഫ് പ്രിസൺ കനോട്ട് സ്റ്റോപ്പ്. ഈ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ജയിലിൻ്റെ വലിയ മതിൽക്കെട്ടുകൾക്ക് പോലും തടഞ്ഞു നിർത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതായത് തടഞ്ഞു നിർത്താൻ പറ്റാത്ത മനസ്സിൽ നിന്നുള്ള ഒരു ഗിഫ്റ്റാണ് ഞാൻ നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. യു നോ സ്വീറ്റ് ഹാർട്ട് ഹൗ ഐ ഡിസ്ലൈക്ക് സെർമണൈസിങ് ആൻഡ് ഡോളിങ് ഔട്ട് ഗുഡ് അഡ്വൈസ്. അപ്പോൾ നെഹ്റു പറയുകയാണ്, നിനക്കറിയാമല്ലോ
sermonizing അല്ലെങ്കിൽ പ്രഭാഷണം നടത്തുക എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ ഉപദേശിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഡോളിംഗ് ഔട്ട്, DOLING, ഡോളിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തരിക എന്നാണ് അർത്ഥം. I have always thought that the best way to find out what is right and what is not right, what should be done and what should not be done, is not by giving a sermon but by talking and discussing. അപ്പോൾ നെഹ്റു പറയുകയാണ്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ശരി, വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് നോട്ട് റൈറ്റ്, എന്താണ് ശരിയല്ലാത്തത്, വാട്ട് ഷുഡ് ബി ഡൺ, ചെയ്യേണ്ടത് എന്താണ്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഭാഷണങ്ങളിൽ കൂടെയല്ല, മറിച്ച് ബൈ ടോക്കിംഗ് ആൻഡ് ഡിസ്കസിങ്, സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഔട്ട് ഓഫ് ഡിസ്കഷൻ സംടൈംസ് a little bit of truth comes out. അപ്പോൾ ചർച്ച നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുക, സത്യങ്ങൾ കുറച്ചെങ്കിലും സത്യങ്ങൾ പുറത്തു വരും. I have liked my talks with you and we have discussed many things, but the world is wide and beyond our imagination. അപ്പോൾ നെഹ്റു പറയുകയാണ് I have liked my talks with you, ഞാൻ നിന്നോട് സംസാരിക്കുന്ന സംസാരം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് മെനി തിങ്സ്, നമ്മൾ ധാരാളം വിഷയങ്ങൾ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ബട്ട് ദ വേൾഡ് ഇസ് വൈഡ്, എന്നാൽ ഈ ലോകം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. ആൻഡ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ, നമ്മുടെ സങ്കല്പത്തിനും കാൾ വലുതാണ് ഈ ലോകം. That we have learned the world is wide and beyond our world lie other wonderful and mysterious worlds. അതായത് നമ്മൾ ചുറ്റും കാണുന്ന ലോകത്തിനപ്പുറം മറ്റ് ലോകങ്ങളുമുണ്ട്. അതായത് നമ്മൾ കാണാത്തതായിട്ടുള്ള അത്രയും വിശാലമാണ് ഈ ലോകം. നമ്മളൊരു ചെറിയൊരു സ്ഥലത്താണ് നമ്മൾ ജീവിച്ചു പോകുന്നത്, പക്ഷെ നമ്മൾ അറിയാത്ത ധാരാളം മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. None of us need ever be bored or imagine that we have learned everything worth learning and become very wise. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരിക്കലും നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. മാത്രമല്ല നമുക്ക് ഒരിക്കലും ഈ ലോകത്തെ പറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം ഒരിക്കലും ബോറടിക്കില്ല. കാരണം ലോകം അത്ര വിശാലമാണ്, അറിവിൻ്റെ ലോകം എന്ന് പറയുന്നത് അത്ര വിശാലമാണ്. അത് എത്ര കിട്ടിയാലും ഒരിക്കലും ബോറടിക്കില്ല എന്നാണ് നെഹ്റു പറയുന്നത്. അടുത്ത പാരഗ്രാഫ്, ബട്ട് വാട്ട് ആം ഐ ടു ഡു ദെൻ, പക്ഷേ ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യുക? എ ലെറ്റർ ക്യാൻ ഹാർഡ്ലി ടേക്ക് ദ പ്ലേസ് ഓഫ് എ ടോക്ക്. ഒരു ലെറ്ററിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. ഒരു തമ്മിൽ സംസാരിക്കുകയും ലെറ്റർ എഴുതുകയും എന്ന് പറയുന്നത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അറ്റ് ബെസ്റ്റ് ഇറ്റ് ഈസ് എ വൺ സൈഡഡ് അഫെയർ. കാരണം പ്രധാനമായിട്ടും ലെറ്റർ എന്ന് പറയുന്നത് വൺ സൈഡഡ് അഫെയർ ആണ്. അതായത് ഒരാൾക്ക് എഴുതുന്ന ലെറ്ററാണ്. രണ്ടുപേരും തമ്മിൽ സംസാരിക്കാൻ ലെറ്റർ വഴി സാധിക്കില്ല. ഇമാജിൻ ദാറ്റ് ഐ ഹാവ് മെയ്ഡ് എ സജഷൻ ടു യു ഫോർ യു ടു തിങ്ക് ഓവർ ആസ് ഇഫ് വി റിയലി വേർ ഹാവിങ് എ ടോക്ക്. അപ്പോൾ നെഹ്റു പറയുകയാണ്, ഞാൻ നിന്നെ ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിക്കുകയാണ്. അതായത് നീ ഇപ്പോൾ ലെറ്റർ വായിക്കുകയല്ല, നമ്മൾ തമ്മിലൊരു സംസാരം നടക്കുകയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം ഈ ലെറ്റർ വായിക്കേണ്ടത്. ഇതൊരു സംസാരമാണെന്ന് മനസ്സിലാക്കുക. അടുത്ത പാരഗ്രാഫ്, ഇൻ ഹിസ്റ്ററി we read of great periods in the life of nations, of great men and women. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നമ്മൾ ചരിത്രത്തിൽ ധാരാളം ഗ്രേറ്റ് പീരിയഡ്സ് അല്ലെങ്കിൽ വളരെ മഹത്തായ സമയങ്ങളെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട്. പിന്നെ മഹത്തായ സമയങ്ങൾ, വലിയ വലിയ രാജ്യങ്ങളുടെ മഹത്തായ സമയങ്ങളെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട്. ഓഫ് ഗ്രേറ്റ് മെൻ ആൻഡ് വിമൻ, വളരെ വലിയ മനുഷ്യരെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട്.
Do you remember how fascinated you were when you first read the story of Jeanne d'Arc? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ജ്വാൻ ഓഫ് ആർക്ക് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതായത് ജ്വാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്ന പേര് ഇംഗ്ലീഷിലുള്ളതാണ്. അപ്പോൾ ജ്വാൻ ഓഫ് ആർക്ക് ഒരു ഫ്രഞ്ച് പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഫ്രഞ്ചിൽ ആ പേര് ജാൻ ഡാക് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ആ ഫ്രഞ്ച് പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെഹ്റു പറയുകയാണ്, നീ ജ്വാൻ ഓഫ് ആർക്കിനെ പറ്റി വായിച്ചപ്പോൾ നീ വളരെ അട്രാക്റ്റഡ് ആയിരുന്നു ജ്വാൻ ഓഫ് ആർക്കിൽ. അതായത് ജ്വാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർ ഫ്രാൻസ് പിടിച്ചടക്കി വെച്ചിരുന്ന സമയത്ത് 100 years വാർ നടന്നിരുന്നു. അതായത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള 100 years വാർ, ആ ഒരു വലിയ യുദ്ധത്തിനിടയ്ക്ക് ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ജ്വാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ഒരു വാരിയറായിട്ട് യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന ഒരു സംഭവമാണ് ജ്വാൻ ഓഫ് ആർക്കിൻ്റെ കഥ. അതായത് ഈ കുട്ടി സ്വയം വിശ്വസിക്കുന്നു, എനിക്ക് എൻ്റെ ഈ സമയത്തുള്ള എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻ്റെ രാജ്യത്തിനെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് എന്ന് സ്വയം തീരുമാനിച്ച് യുദ്ധത്തിന് ഇറങ്ങുന്ന ഒരു ധീരയായിട്ടുള്ള പവറും 18 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ജ്വാൻ ഓഫ് ആർക്ക്. പിന്നീട് യുദ്ധത്തിൽ തടവുകാരിയായിട്ട് ജ്വാൻ ഓഫ് ആർക്കിനെ പിടിക്കുകയും ജീവനോടെ ചുട്ടുകൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നീട് ജ്വാൻ ഓഫ് ആർക്കിനെ സെയിൻ്റ് ആയിട്ട് വാഴ്ത്തപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നെഹ്റു പറയുകയാണ്, നീ ജ്വാൻ ഓഫ് ആർക്കിനെ പറ്റി വായിച്ചപ്പോൾ നീ വളരെ ഫാസിനേറ്റഡ് ആയിരുന്നു, നീ ജ്വാൻ ഓഫ് ആർക്കിൽ വളരെ അട്രാക്റ്റഡ് ആയിരുന്നു. വെൻ യു ഫസ്റ്റ് റെഡ് ദ സ്റ്റോറി ഓഫ് ജാൻ ഡാക് ആൻഡ് ഹൗ യുവർ ആംബിഷൻ വാസ് ടു ബി സംതിങ് ലൈക്ക് ഹെർ. അപ്പോൾ അന്നേരം നിന്റെ ആംബിഷൻ, നിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജ്വാൻ ഓഫ് ആർക്കിനെ പോലെ ഒരു ധീരയായ പെൺകുട്ടി ആവണം എന്നായിരുന്നില്ലേ? ഓർഡിനറി മെൻ ആൻഡ് വിമൻ ആർ നോട്ട് യൂഷ്വലി ഹീറോയിക്. അപ്പോൾ നെഹ്റു പറയുകയാണ്, സാധാരണ സ്ത്രീകളും പുരുഷന്മാരും ഒന്നും ധീരന്മാരൊന്നും അല്ല. ദേ തിങ്ക് ഓഫ് ദർ ബ്രെഡ് ആൻഡ് ബട്ടർ. അവർ സാധാരണ ചിന്തിക്കുന്നത് അവരുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്, അവരുടെ അന്നുള്ള ആഹാരത്തിനെ പറ്റിയിട്ടൊക്കെയാണ് സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത്. ഓഫ് ദർ ചിൽഡ്രൻ, അവരുടെ കുട്ടികളെ പറ്റി. ഓഫ് ദർ ഹൗസ് ഹോൾഡ്, അവരുടെ വീട്ടുകാര്യങ്ങളെ പറ്റി. ഹൗസ് ഹോൾഡ് വറീസ് ആൻഡ് ദ ലൈക്ക്, വീട്ടുകാര്യങ്ങൾ, കുട്ടികൾ, ഇതിനെയൊക്കെ പറ്റിയായിരിക്കും സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നത്. ബട്ട് a time comes when a whole people become interested in a great cause. എന്നാൽ ചിലപ്പോഴൊക്കെ ഒരു സമയം ഉണ്ടാവാറുണ്ട്, അതായത് ഒരു വലിയ ജനത ഒരു വലിയ കോസിന് വേണ്ടി, ഒരു വലിയ ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ചില സമയങ്ങൾ വരാറുണ്ട്. Then history helps even simple ordinary men and women to become heroes. അപ്പോൾ ചരിത്രമാണ് സാധാരണ മനുഷ്യരെ ഹീറോയാക്കി മാറ്റുന്നത്. ജ്വാൻ ഓഫ് ആർക്കിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അടുത്ത് നെഹ്റു പറയുകയാണ്, ഗ്രേറ്റ് ലീഡേഴ്സ് ഹാവ് സംതിങ് ഇൻ ദം വിച്ച് ഇൻസ്പയർസ് എ ഹോൾ പീപ്പിൾ ആൻഡ് മേക്സ് ദം ഡു ഗ്രേറ്റ് ഡീഡ്സ്. അതായത് ഗ്രേറ്റ് പീപ്പിൾ, വലിയ ആൾക്കാർക്ക് ചില കഴിവുകളുണ്ട്, അതായത് ഇൻ ദം വിച്ച് ഇൻസ്പയർസ് എ ഹോൾ പീപ്പിൾ, അത് ഒരു വലിയ ജനതയെ ഇൻസ്പയർ ചെയ്യുന്നു, ഒരു വലിയ ജനതയെ സ്വാധീനിക്കുന്നു. ആൻഡ് മേക്സ് ദം ഡു ഗ്രേറ്റ് ഡീഡ്സ്, അവരെ കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. ഇൻ ഇന്ത്യ എ ഗ്രേറ്റ് ലീഡർ ഫുൾ ഓഫ് ലവ് ഫോർ ഓൾ ഹു സഫർ ആൻഡ് ഈഗർ ടു ഹെൽപ്പ് ദം has inspired our people to great actions and noble sacrifice. അടുത്ത് നെഹ്റു പറയുന്നത് ഗാന്ധിജിയെ പറ്റിയാണ്. ഇന്ത്യയിൽ ഒരു ഗ്രേറ്റ് ലീഡർ ഉണ്ടായിരിക്കുന്നു, ഫുൾ ഓഫ് ലവ് ഫോർ ഓൾ ഹു സഫർ, കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നിറയെ സ്നേഹമുള്ള ഒരാൾ. ആൻഡ് ഈഗർ ടു ഹെൽപ്പ് ദം, അവരെ സഹായിക്കാനായി താല്പര്യമുള്ള ഒരാൾ. ഹാസ് ഇൻസ്പയർഡ് അവർ പീപ്പിൾ, ഈ ലീഡർ ആ ജനങ്ങളെ വളരെയധികം ഇൻസ്പയർ ചെയ്തിരിക്കുകയാണ്. ടു ഗ്രേറ്റ് ആക്ഷൻസ് ആൻഡ് നോബിൾ സാക്രിഫൈസ്, ഈ ലീഡർ ജനങ്ങളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. നോബിൾ സാക്രിഫൈസ്, അവരെ കൊണ്ട് മഹത്തായ സാക്രിഫൈസ് അല്ലെങ്കിൽ ത്യാഗങ്ങൾ ചെയ്യിപ്പിക്കുന്നു. ഹി ഹാസ് ഹെൽപ്ഡ് ടു മേക്ക് ദ സ്റ്റാർവിംഗ്, ദ പുവർ ആൻഡ് ദ ഒപ്രസ്ഡ് ഫ്രീ ആൻഡ് ഹാപ്പി.
അപ്പോൾ അദ്ദേഹം സ്റ്റാർവിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നവരെയും ഒപ്രസ്ഡ് അടിച്ചമർത്തപ്പെട്ടവരെയും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നയിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബാപ്പുജി ഈസ് ഇൻ പ്രിസൺ. ബാപ്പുജി അല്ലെങ്കിൽ ഗാന്ധിജി ഇപ്പോൾ ജയിലിലാണ്. ബട്ട് ദ മാജിക് ഓഫ് ഹിസ് മെസ്സേജ് ഹാസ് സ്റ്റോളൻ ദ ഹാർട്ട്സ് ഓഫ് ഇന്ത്യാസ് മില്യൺസ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തിൻ്റെ മാന്ത്രിക ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഹൃദയത്തെ കീഴടക്കിയിരിക്കുകയാണ്. മെൻ ആൻഡ് വിമൻ ആൻഡ് ഈവൻ ലിറ്റിൽ ചിൽഡ്രൻ, സ്ത്രീകളും പുരുഷന്മാരും മാത്രമല്ല കൊച്ചുകുട്ടികൾ പോലും കം ഔട്ട് ഓഫ് ദർ ലിറ്റിൽ ഷെൽസ്, അവരുടെ ചെറിയ ചെറിയ കൂടുകൾ പൊട്ടിച്ച് അവർ പുറത്തു വന്നിരിക്കുകയാണ്. ആൻഡ് ബിക്കം ഇന്ത്യസ് സോൾജിയേഴ്സ് ഓഫ് ഫ്രീഡം, അവരൊക്കെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന പട്ടാളക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. ഇൻ ഇന്ത്യ ടുഡേ വി ആർ മേക്കിംഗ് ഹിസ്റ്ററി, നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ചരിത്രം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആൻഡ് യു ആൻഡ് ഐ ആർ ഫോർച്ചുനേറ്റ് ടു സീ ദിസ് ഹാപ്പനിങ് ബിഫോർ അവർ ഐസ്. അപ്പോൾ നീയും ഞാനും ഒക്കെ വളരെ ഭാഗ്യമുള്ളവരാണ്. കാരണം ചരിത്രത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റം നമ്മൾക്ക് കണ്ടു നിൽക്കാൻ സാധിച്ചിരിക്കുകയാണ്. ആൻഡ് ടു ടേക്ക് സം പാർട്ട് ഓഫ് ourselves ഇൻ ദിസ് ഗ്രേറ്റ് ഡ്രാമ. അപ്പോൾ ഈ ഒരു ചരിത്ര നാടകത്തിൽ നമ്മൾക്ക് നമ്മുടെ പങ്ക് നിർവഹിക്കാനും കൂടി സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനും നീയും ഒക്കെ ഭാഗ്യമുള്ളവരാണ് എന്നാണ് നെഹ്റു കത്തിൽ പറയുന്നത്. വാട്ട് പാർട്ട് ഷാൽ വി പ്ലേ ഇൻ ഇറ്റ്, എന്ത് റോളാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്? ഇഫ് വി ആർ ടു ബി ഇന്ത്യ സോൾജിയേഴ്സ്, നമ്മൾ ഇന്ത്യയുടെ പട്ടാളക്കാരാവണമെങ്കിൽ വി ഹാവ് ടു റെസ്പെക്ട് ഇന്ത്യാസ് ഓണർ, ഇന്ത്യയുടെ അഭിമാനത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മൾ ബഹുമാനിക്കണം. ആൻഡ് ദാറ്റ് ഓണർ ഈസ് എ സീക്രട്ട് ട്രസ്റ്റ്. ആ ഓണർ അല്ലെങ്കിൽ ആ ബഹുമാനം എന്ന് പറയുന്നത് സീക്രട്ട് അല്ലെങ്കിൽ പുണ്യമായ ഒരു വിശ്വാസമാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി, ഇറ്റ് ഈസ് നോ ഈസി മാറ്റർ ടു ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട്. എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. One little test I shall ask you to apply whenever you are in doubt. എപ്പോഴും എന്തെങ്കിലും സംശയം തോന്നുമ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. അതായത് നെവർ ഡു എനിത്തിങ് ഇൻ സീക്രട്ട്, രഹസ്യമായി ഒന്നും ചെയ്യരുത്. ഓർ എനിത്തിങ് ദാറ്റ് യു വുഡ് വിഷ് ടു ഹൈഡ്, ഒളിച്ചു വെക്കാനായിട്ട് ഒന്നും നീ ആഗ്രഹിക്കരുത്. ഫോർ ദ ഡിസയർ ടു ഹൈഡ് എനിത്തിങ്, കാരണം ഇവിടെ ഫോർ എന്ന് ഉദ്ദേശിക്കുന്നത് ബിക്കോസ് എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം ദ ഡിസയർ ടു ഹൈഡ് എനിത്തിങ്, എന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് മീൻസ് ദാറ്റ് യു ആർ അഫ്രൈഡ്, അതിൻ്റെ അർത്ഥം നീ ഭയപ്പെടുന്നു എന്നാണ്. ആൻഡ് ഫിയർ ഇസ് എ ബാഡ് തിങ്, കാരണം ഭയം എന്ന് പറയുന്നത് ഒരു ചീത്ത കാര്യമാണ്. ആൻഡ് അൺവർത്തി ഫോർ യു, അത് നിനക്കൊരിക്കലും വില തരുന്നതല്ല. ബി ബ്രേവ്, അതുകൊണ്ട് തന്നെ ധൈര്യശാലി ആയിരിക്കുക. ആൻഡ് ഓൾ ദ റെസ്റ്റ് ഫോളോസ്, അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടന്നു പോകും. അടുത്ത പോയിന്റ്, യു നോ ദാറ്റ് ആർ ഗ്രേറ്റ് ഫ്രീഡം മൂവ്മെൻറ്റ് അണ്ടർ ബാപ്പുജീസ് ലീഡർഷിപ്പ് ദർ ഈസ് നോ റൂം ഫോർ സീക്രസി ഓർ ഹൈഡിങ്. അപ്പോൾ നെഹ്റു പറയുകയാണ്, ബാപ്പുജിയുടെ കീഴിലുള്ള ഈ ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറയുന്നതിൽ യാതൊന്നും ഒളിച്ചു വെക്കാനായിട്ട് ഇല്ല. വി ഹാവ് നത്തിങ് ടു ഹൈഡ്, ഞങ്ങൾക്ക് ഒന്നും ഒളിച്ചു വെക്കാനില്ല. വി ആർ നോട്ട് അഫ്രൈഡ് ഓഫ് വാട്ട് വി ഡു ഓർ വാട്ട് വി സേ, നമ്മൾ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളതിലൊന്നും നമുക്കൊന്നും ഒളിച്ചു വെക്കാനായിട്ട് ഇല്ല. വി വർക്ക് ഇൻ ദ സൺ ആൻഡ് ഇൻ ദ ലൈറ്റ്, നമ്മളെല്ലാം പ്രകാശത്തിലാണ് ചെയ്യുന്നത്. ഈവൻ സോ ഇൻ അവർ പ്രൈവറ്റ് ലൈഫ്സ് ലെറ്റ്സ് മേക്ക് ഫ്രണ്ട്സ് വിത്ത് ദ സൺ ആൻഡ് വർക്ക് ഇൻ ദ ലൈറ്റ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ, നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലും നമ്മൾക്കൊന്നും ഒളിച്ചു വെക്കാനുള്ളതായിട്ട് പാടില്ല. നമ്മളെല്ലാം വെളിച്ചത്തിൽ തന്നെ ചെയ്യണം. ആൻഡ് ഡു നത്തിങ് സീക്രട്ട്ലി, രഹസ്യമായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അടുത്തത്, ആൻഡ് ഇഫ് യു ഡു സോ
മൈ ഡിയർ, അപ്പോൾ അങ്ങനെ നീ ജീവിക്കുകയാണെങ്കിൽ യു വിൽ ഗ്രോ അപ്പ് എ ചൈൽഡ് ഓഫ് ലൈറ്റ്. നീ ഒരു പ്രകാശത്തിൻ്റെ കുട്ടിയായിട്ട് വളർന്നു വരും. അൺഅഫ്രെയ്ഡ് ആൻഡ് സെറീൻ, ഒന്നിനെയും പേടിക്കാതെ. സെറീൻ, SERENE, സെറീൻ എന്ന് പറഞ്ഞാൽ ശാന്തമായി എന്നാണ് അർത്ഥം. ആൻഡ് അൺറഫിൾഡ്, യാതൊരു തടസ്സവും ഇല്ലാതെ നിന്റെ ജീവിതം മുന്നോട്ട് പോകും. വാട്ട് എവർ മേ ഹാപ്പൻ, എന്തൊക്കെ സംഭവിച്ചാലും. അടുത്ത പാരഗ്രാഫ് ലാസ്റ്റ് പാരഗ്രാഫാണ്. ഐ ഹാവ് റിട്ടൺ എ വെരി ലോങ് ലെറ്റർ ടു യു. നെഹ്റു പറയുകയാണ്, എൻ്റെ ലെറ്റർ ഇത്തിരി നീണ്ടുപോയി. ആൻഡ് യെറ്റ് ദർ ഈസ് സോ മച്ച് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. പിന്നെയും എനിക്ക് ധാരാളം ഉണ്ട് നിന്നോട് പറയാനായിട്ട്. ഹൗ ക്യാൻ എ ലെറ്റർ കണ്ടെയ്ൻ ഇറ്റ്, ഇതൊക്കെ എങ്ങനെ ഞാനൊരു ലെറ്ററിൽ എഴുതും. ഗുഡ് ബൈ ലിറ്റിൽ വൺ ആൻഡ് മേ യു ഗ്രോ അപ്പ് ഇൻ ടു എ ബ്രേവ് സോൾജിയർ ഇൻ ഇന്ത്യാസ് സർവീസ്. അപ്പോൾ നെഹ്റു ലാസ്റ്റ് ഇങ്ങനെയാണ് കത്ത് ചുരുക്കുന്നത്. ഗുഡ് ബൈ ലിറ്റിൽ വൺ ആൻഡ് മേ യു ഗ്രോ അപ്പ് ഇൻ ടു എ ബ്രേവ് സോൾജിയർ, നീ ഒരു ധൈര്യശാലിയായ ഇന്ത്യയുടെ ഒരു പോരാളിയായിട്ട് വളർന്നു വരട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സർവീസിൽ ഇന്ത്യയെ സെർവ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഒരു പോരാളിയായി വളർന്നു വരട്ടെ. ലാസ്റ്റ് ഇങ്ങനൊരു ലൈനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് ഓൾ മൈ ലവ് ആൻഡ് ഗുഡ് വിഷസ് യുവർ ലവിങ് ഫാദർ ജവഹർലാൽ നെഹ്റു. അങ്ങനെ എൻ്റെ നിറഞ്ഞ സ്നേഹത്തോടെയും ഗുഡ് വിഷസോടുകൂടിയും നിന്റെ സ്നേഹമുള്ള അച്ഛൻ ജവഹർലാൽ നെഹ്റു. ഇങ്ങനെയാണ് ഈ കത്ത് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി ഈ ലെറ്റർ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സ് മെറ്റീരിയലിൽ നിന്ന് തന്നെ വായിച്ചു നോക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ നോട്ട്സ് PDF ആയിട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.